ഇന്ത്യൻ ഭരണഘടന ഓരോ പൗരനും ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യം വാക്കുകളിൽ ഒതുങ്ങുകയാണോ? ജനാധിപത്യത്തിന്റെ കാവലാളുകൾ എന്ന് അവകാശപ്പെടുന്നവർ ഒരു വലിയ ജനവിഭാഗത്തിന്റെ വിശുദ്ധ ദിനങ്ങളെ മനഃപൂർവ്വം വിസ്മരിക്കുകയാണോ? ദേശീയ പരീക്ഷാ ഏജൻസി പുറത്തുവിട്ട ജെഇഇ മെയിൻ പരീക്ഷാ കലണ്ടർ ഉയർത്തുന്നത് അത്യന്തം ഗൗരവമായ ചില ചോദ്യങ്ങളാണ്. ക്രൈസ്തവ വിശ്വാസത്തിന്റെ ആണിക്കല്ലും ഏറ്റവും വിശുദ്ധവുമായ വാരമാണ് ഓശാന ഞായർ മുതൽ ഈസ്റ്റർ വരെയുള്ള ദിനങ്ങൾ. എന്നാൽ ഈ വിശുദ്ധ ദിനങ്ങളെ തന്നെ പരീക്ഷാ തീയതികളായി നിശ്ചയിച്ച നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ നടപടി ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെയും അവരുടെ കുടുംബാംഗങ്ങളെയും വലിയൊരു പ്രതിസന്ധിയിലേക്കാണ് തള്ളിവിട്ടിരിക്കുന്നത്. ജെഇഇ മെയിൻ രണ്ടാം സെഷന്റെ പരീക്ഷാ തീയതികൾ കഴിഞ്ഞ ദിവസമാണ് ദേശീയ പരീക്ഷാ ഏജൻസി പ്രസിദ്ധീകരിച്ചത്. പെസഹ വ്യാഴമായ ഏപ്രിൽ 2, ദുഃഖശനി ദിവസമായ ഏപ്രിൽ 4, ഈസ്റ്റർ ദിവസമായ ഏപ്രിൽ 5 എന്നീ തീയതികളിലും പരീക്ഷ നിശ്ചയിച്ചിട്ടുണ്ട്. ഓശാന ഞായറാഴ്ച ഇലക്ഷൻ കമ്മീഷൻ തിരഞ്ഞെടുപ്പ് പരിശീലന ക്ലാസും വെച്ചിട്ടുണ്ട്. ഓശാന ഞായർ, പെസഹ വ്യാഴം, ദുഃഖശനി, ഈസ്റ്റർ എന്നീ ദിനങ്ങളിൽ പരീക്ഷ നിശ്ചയിച്ചത് ഒരു അബദ്ധമായി കാണാനാവില്ല. ഇത് വ്യക്തമായ ആസൂത്രണമല്ലേ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഭരണഘടനയുടെ 25 മുതൽ 30 വരെയുള്ള അനുച്ഛേദങ്ങൾ ന്യൂനപക്ഷങ്ങൾക്ക് തങ്ങളുടെ വിശ്വാസവും സംസ്കാരവും സംരക്ഷിക്കുവാൻ മൗലിക അവകാശം നൽകുന്നുണ്ട്. എന്നാൽ വിശുദ്ധ ദിനങ്ങളിൽ പരീക്ഷകളും ഇലക്ഷൻ പരിശീലനങ്ങളും അടിച്ചേൽപ്പിക്കുന്നത് ഈ അവകാശത്തിന്മേലുള്ള നഗ്നമായ കടന്നുകയറ്റമാണ്. വർഷങ്ങളോളം കഠിനാധ്വാനം ചെയ്ത ഒരു വിദ്യാർത്ഥി തന്റെ കരിയറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷയ്ക്ക് പോകണോ അതോ തന്റെ വിശ്വാസപരമായ ചടങ്ങുകളിൽ പങ്കുചേരണോ എന്നറിയാതെ മാനസികമായി തകരുകയാണ്. ഈ കുട്ടികളുടെ വികാരം കണക്കിലെടുക്കുവാൻ അധികൃതർക്ക് എന്തുകൊണ്ട് സാധിക്കുന്നില്ല? ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. ഉത്തർപ്രദേശിൽ ക്രിസ്തുമസ് ദിനത്തിൽ വിദ്യാലയങ്ങൾ തുറന്നു പ്രവർത്തിക്കുവാൻ ഉത്തരവിട്ടതും ക്രിസ്തുമസ് ആഘോഷിക്കുവാൻ അനുവദിക്കാതിരുന്നതും UPSC അടക്കമുള്ള പ്രധാന പരീക്ഷകൾ ഞായറാഴ്ചകളിൽ മാത്രം ക്രമീകരിച്ച് വിശ്വാസികളുടെ ആരാധനാ സ്വാതന്ത്ര്യം ഹനിക്കുന്നതും നാം കണ്ടതാണ്. ഇവിടെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ നിലപാട് ദുരൂഹമാണ്. കഴിഞ്ഞ വർഷങ്ങളിലും ജെഇഇ പരീക്ഷകൾ വിശുദ്ധ വാരത്തിൽ വന്നപ്പോൾ സഭാ നേതൃത്വം ഇടപെട്ട് മാറ്റം വരുത്തുവാൻ ശ്രമിച്ചിരുന്നു. ഗൾഫ് രാജ്യങ്ങളിലെ പരീക്ഷാ കേന്ദ്രങ്ങളുടെ കാര്യത്തിൽ പോലും വ്യക്തത വരുത്താത്ത അധികൃതർ ആരെയാണ് ഭയപ്പെടുന്നത്? അതോ ക്രൈസ്തവ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതേണ്ടതില്ല എന്ന ചില നിക്ഷിപ്ത താൽപര്യങ്ങൾ ഇതിന് പിന്നിലുണ്ടോ? PC പരീക്ഷകൾ ഉൾപ്പെടെ ഞായറാഴ്ചകളിൽ ക്രമീകരിച്ചും NSSന്റെ ഉൾപ്പെടെയുള്ള ക്യാമ്പുകൾ ഞായറാഴ്ച നടത്തുന്നതും പ്രതിഷേധാർഹമാണ്. മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന ഒരു രാജ്യത്ത് എല്ലാ മതവിഭാഗങ്ങളുടെയും വിശുദ്ധ ദിനങ്ങളെ ആദരിക്കുവാൻ സർക്കാർ ബാധ്യസ്ഥരാണ്. ഒരു രാഷ്ട്രീയ പാർട്ടി പോലും ഈ അനീതിക്കെതിരെ സംസാരിക്കുന്നില്ല എന്നത് ക്രൈസ്തവ ന്യൂനപക്ഷം ഈ മണ്ണിൽ ഒറ്റപ്പെടുകയാണെന്നതിന്റെ നേർചിത്രമാണ്. ഈ പരീക്ഷാ തീയതികൾ മാറ്റുവാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തരമായി ഇടപെടണം. മതസ്വാതന്ത്ര്യം പ്രസംഗങ്ങളിൽ മാത്രം പോരാ, അത് പ്രായോഗികമായി നടപ്പിലാക്കിക്കൊണ്ടാവണം ജനാധിപത്യം സംരക്ഷിക്കപ്പെടേണ്ടത്.